ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. നമുക്ക് ഒന്നാമത്തെ സിനിമ നമുക്ക് ആദ്യം തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒരു സീരീസ് മാത്രമാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒരു ഹിന്ദി സീരീസാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. കൊട്ട ഫാക്ടറി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 3ാമത്തെ സീസണാണ്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തമിഴ് അടക്കമുള്ള ഭാഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സീരീസ് മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജൂൺ മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഇന്ന് ജൂൺ മാസം 19 ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ശർമാജി കി ബേട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ജൂൺ മാസം 28-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് റൗട്ടു കി ബെയ്ലി എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയും ജൂൺ മാസം 28-ാം തീയതി C5 വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. സിവിൽ വാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇതിനു മുമ്പേ തന്നെ എന്താ പറയുക ഡീറ്റെയിൽ സ്ട്രീം ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ സിനിമയുടെ ഡബ്ഡ് വേർഷൻ വരാൻ പോവുകയാണ്. അതായത് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ജൂൺ മാസം 28-ാം തീയതി ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ സിവിൽ വാർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു എന്താ പറയുക ഒരു ഡയറക്റ്റ് OTT മൂവിയാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എ ഫാമിലി അഫെയർ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ജൂൺ മാസം 28-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇതുപോലെ തന്നെ ഒരു സീരീസ് ആണ്. റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. മൈ ലേഡി ജെയിൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂൺ മാസം 27-ാം തീയതിയാണ്. അപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ജൂലൈ മാസം 10-ാം തീയതി റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡയറക്റ്റ് OTT റിലീസാണ്. വൈൽഡ് പഞ്ചാബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്നിപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ജൂലൈ മാസം 10-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു ഹിന്ദി മൂവി ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകൾ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയായിരുന്നു. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസ്, അനശ്വര രാജ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു സിനിമയായിരുന്നു. തിയേറ്ററിൽ എന്താ പറയുക നല്ല പ്രേക്ഷക പ്രതികരണം നേടിയെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതാണ്. ജൂലൈ മാസം ഫസ്റ്റ് വീക്ക് ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ്, ഒഫീഷ്യൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. സോണി ലീവിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂലൈ മാസം ഫസ്റ്റ് വീക്ക് തന്നെ, അതായത് ജൂലൈ മാസം 5-ാം തീയതി ഈ ഒരു സിനിമ സോണി ലീവ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ സോണി ലീവ് വഴി ജൂലൈ മാസം 5-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. 5-ാം തീയതി നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.